ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു നൂൽപുട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ പഴം വെച്ചിട്ടുള്ള നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇതുപോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മളെ വീട്ടിലെല്ലാ വീട്ടിലും പഴുത്ത പഴമൊക്കെ നമ്മൾ കളയണ്ട. അത് വെച്ച് നമ്മൾ അടിപൊളി ഒരു നൂൽപുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു നൂൽപുട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാനും കുഴച്ചെടുക്കാനും പറ്റിയൊരു നൂൽപുട്ടാണ്. അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഞാൻ അതിനായിട്ട് കുറച്ച് പഴം നമ്മളിവിടെ ആവിക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 പഴത്തോളം ഞാനിവിടെ ആവിക്ക് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം നിറച്ചിട്ട് ഒന്ന് ആവിക്ക് വെച്ച് എടുക്കാൻ പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പഴം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അധികം നല്ല പഴുത്ത പഴം തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. തീരെ പഴുക്കാത്ത പഴം എടുക്കണ്ട, വല്ലാതെ അലിഞ്ഞു പോയ പഴം വേണ്ട. കുറച്ച് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങും ചിലർ. വെള്ളത്തിലിട്ട് പുഴുങ്ങണ്ട, ഇതുപോലെ നമ്മൾ ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം അധികം പോവില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളതിൻ്റെ തോലൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഒന്ന് കത്തി വെച്ചിട്ടാണ് ഇവിടെ ഒഴിവാക്കുന്നത്. നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ തോലൊക്കെ എടുത്ത് കളയാം. അപ്പോൾ വെന്തപ്പോൾ തന്നെ നല്ല പഴുത്തതായതുകൊണ്ട് നല്ല കളറും നല്ല മധുരവും ഉണ്ട് ഈ പഴത്തിന്. അങ്ങനത്തെ പഴമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനത്തെ പഴമൊന്നും കുട്ടികൾ ചിലർ തോലി ഇങ്ങനെ കറുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കാം. എന്നിട്ട് ഈ തൊലിയൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇനി 4 ഏലയ്ക്ക, അതിൻ്റെ ആ സീഡ്സ് മാത്രം ഇട്ട് കൊടുക്കുക. ആ സീഡ് മാത്രം ഇട്ട് കൊടുത്താൽ ഏലക്കേൻ്റെ തൊലി ഇടണ്ട കേട്ടോ. ഇനി ഒരു 2 ആണി ശർക്കര, അതും കൂടി ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2.5 സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെ കയ്യിൽ പാൽ ഒഴിക്കേണ്ട, പാൽപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡും ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. കാരണം അത് നമ്മൾ പഴം തന്നെ തീരെ വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ജ്യൂസി രൂപത്തിലാണ് കിട്ടുക. നമ്മൾ വെള്ളം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വല്ലാതെ കുറച്ച് ജ്യൂസിലാവും വരിക. ഇനി ശർക്കരപ്പൊടി ആണെങ്കിൽ ശർക്കരപ്പൊടി ഇട്ടാൽ മതിയേ. ഇനി അതിന് നമുക്ക് ഇതൊന്ന് നൂൽപുട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പത്തിരിപ്പൊടിയാണ് ഇവിടെ, വറുത്ത പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ടതിന് മാത്രം കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനിവിടെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവറും കൂടി ഇതിലേക്ക് കിട്ടും. ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇനി സ്പൂണ് ഒന്ന് എല്ലാ സ്ഥലത്തും നമ്മൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കൈ തന്നെ വെച്ചിട്ട് ഒന്ന് കുറച്ച് ഓയിലോ എന്തെങ്കിലും കയ്യിൽ ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നെയ്യ് ആവശ്യം എത്ര നെയ്യാണോ വേണ്ടത് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റാണ് ഈ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കുഴച്ചെടുത്തിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ നൂൽപുട്ടിൻ്റെ ആ ഒരു അച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ ആ ഒരു സ്റ്റാൻഡിലെ പ്ലേറ്റാണ് ഞാൻ എടുത്തു വെച്ചത്. അതിലേക്ക് കുറച്ച് വാഴയില വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ട്. വാഴയില വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറാണല്ലോ വാഴേൻ്റെ ഇല ആ ഒരു ചൂടിൽ തട്ടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് വാഴേൻ്റെ ഇല വെച്ചത്. ഇനി മാവ് കുറേശ്ശെയായിട്ട് നമുക്ക് എടുത്തിട്ട് ഈ നൂൽപുട്ടിൻ്റെ ആ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടാണ് ആ മാവ് ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റ് മാവാണ്, അതുപോലെ തന്നെ സോഫ്റ്റ് നൂൽപുട്ടുമാണ് ഉണ്ടാവുക. ഇനി ഇത് പെട്ടെന്ന് നമുക്കിതിലേക്കൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് കുറച്ച് നാളികേരമാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നാളികേരം ഈ 3 ഇതിലേക്ക് തട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് നാളികേരം ഇട്ടിട്ട് നൂൽപുട്ട് ചുടുമ്പോൾ. ഞാൻ ഇവിടെ സാധാ നൂൽപുട്ട് ചുടുമ്പോഴും നാളികേരം ഇട്ടിട്ടാണ് നൂൽപുട്ട് ചുടൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റാൻഡിലേക്ക് നൂൽപുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നൂൽപുട്ട് ഇതുപോലെ എല്ലാം അതിലേക്കൊന്ന് ചുറ്റിച്ചെടുക്കാൻ പോവുകയാണേ.
ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിയൊന്നും വേണ്ട കേട്ടോ ഈ നൂൽപുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല നാളികേരം ഉണ്ടാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരത്തിൻ്റെ പാല് വെച്ചിട്ട് ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നാളികേരപ്പാൽ വെച്ചിട്ടും ഇത് കഴിക്കാം. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ. നിങ്ങൾക്ക് ഇഡ്ലിത്തട്ടാണെങ്കിൽ ഇഡ്ലിത്തട്ട് എടുത്താലും മതി. ഞാൻ ഇഡ്ലിത്തട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി വാഴേൻ്റെ ഇല കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ വാഴേൻ്റെ ഇല വേണമെന്നില്ല, നാളികേരമിട്ട് നേരിട്ടിട്ട് തന്നെ ഇതുപോലെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ഞാനൊന്ന് എടുക്കുകയാണ്. അതുപോലെ ഇനി ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ മധുരമൊക്കെ എടുക്കാൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊന്ന് ശർക്കര ഒഴിവാക്കിയാൽ മതി. പഴം തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മധുരം ആവശ്യം വേണം, മധുരം ഉണ്ടെങ്കിലേ അവർ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര തന്നെ എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ശർക്കരേൻ്റെ, നല്ല കളറും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ഇട്ടിട്ട് തട്ടിലേക്ക് അയച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇഡ്ലിത്തട്ടിൽ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നൂൽപുട്ടൊക്കെ വേവുന്ന അത്ര ടൈം മതി. ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ കൂടെ അത് കഴിയുമ്പോഴേക്ക് നമുക്ക് വലിയ നമ്മൾ ഇഡ്ലിത്തട്ടിലേക്ക് ഞാൻ ഒരു ഇല ഇതുപോലെ വെച്ചിട്ട് നടുക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇത്തിരി നാളികേരമൊക്കെ ഇതിലിട്ടിട്ട് വലിയ നൂൽപുട്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതാണ് എളുപ്പം. കാരണം ഒരുപാട് മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും കുറേശ്ശെ നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ പണി കഴിയും. വലുതായിട്ട് തന്നെ നൂൽപുട്ട് ഉണ്ടാക്കുക. ഒറ്റ ട്രിപ്പിന് തന്നെ ഇത് കഴിയും. അപ്പോൾ 3 തട്ടിലേക്ക് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് മാവുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അത് ഞാൻ പിന്നെയും റെഡിയാക്കേണ്ട വെച്ചിട്ട് അത് ബോൾസൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ നൂൽപുട്ട് അടിപൊളി പഴത്തിന് നൂൽപുട്ട് റെഡിയാവും. ഇപ്പം നല്ല ടേസ്റ്റാണ്. ഈ കുട്ടികൾക്കൊക്കെ രാവിലെ നമ്മൾ സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് പഴം കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താലും ഉറപ്പായിട്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പത്തിരിപ്പൊടി ഇട്ട് കുഴയ്ക്കുമ്പം ഒരിക്കലും നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. ആ പഴത്തിൻ്റെ പേസ്റ്റിൽ തന്നെ, തീരെ വെള്ളം ഉപയോഗിക്കേണ്ട പഴത്തിൻ്റെ പേസ്റ്റിൽ തന്നെ നമ്മൾ ഈ പത്തിരിപ്പൊടി ഇട്ട് കുഴയ്ക്കാൻ നോക്കുക. അപ്പോൾ കറക്റ്റാവും. ഇനി നമ്മളിതൊന്ന് പ്ലേറ്റിലേക്ക് വെച്ചാൽ ഞാൻ കാണിച്ചാൽ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റാവും നൂൽപുട്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവിയിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ആ വാഴേൻ്റെ ഇലേൻ്റെ സ്മെല്ലും അതുപോലെ കണ്ടോ നൂലായിട്ടുള്ള ആ നൂൽപുട്ടാണ് നമുക്കിവിടെ കിട്ടിയത്. നമ്മളിതൊന്ന് എടുത്ത് വെച്ച് ഇനി അടുത്ത ട്രിപ്പും കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് വലിയ നൂൽപുട്ടായതുകൊണ്ട് എളുപ്പത്തിൽ പണി കഴിയും. ഇനി ഇതൊന്ന് മെല്ലെ പ്ലേറ്റിലേക്ക് ആക്കി വെക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസ് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം കയറി കാണുക. അടിപൊളി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടാണ്. ഞാൻ മെല്ലെ എടുത്തിട്ട് ഒന്ന് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ്. കുറച്ച് ബോൾസൊക്കെ ആക്കിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ നൂൽപുട്ടിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും ട്രൈ ചെയ്ത് നിങ്ങളെ കഴിച്ചു നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോസ് വരുന്നവരെ എല്ലാവർക്കും ബായ്.